ഹലോ ഗൈസ്, അപ്പോൾ ഇത്ര രാത്രി എന്താ പരിപാടി എന്നല്ലേ? നമ്മുടെ തപ്ഷിൻ്റെ ബ്രൈഡൽ ഷോറാണ് ഗൈസ്. എന്നൊക്കെ എഴുതിയത് കണ്ടോ ഗൈസ്? നമ്മുടെ തപ്ഷിനെ കെട്ടാൻ പോകുന്നത് ആഷിക്കാണ്. അങ്ങനെ നമ്മൾ എന്നൊക്കെ എഴുതി. പിന്നെന്താ, എല്ലാവരും പാതിരാത്രി ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഒക്കെ ഇട്ട് റെഡി ആയിരിക്കുകയാണ് ഗൈസ്. അപ്പോൾ ഇതാണ് നമ്മുടെ ലൈറ്റ് ഓഫ് ഒക്കെ അപ്പോൾ ഉള്ള ഒരു ഭംഗി എന്ന് പറയുന്നത്. ഇതെല്ലാം സെറ്റാക്കിയത് എല്ലാവരും കൂടെ തന്നെയാണ് ഗൈസ്. പിന്നെന്താ, അപ്പോൾ നമ്മളങ്ങനെ റെഡിയായിട്ട് തപ്ഷി ഒന്നും അറിഞ്ഞിട്ടില്ല, ഡ്രസ്സുമായിട്ട് നമ്മൾ തപ്ഷീൻ്റെ അടുത്തേക്ക് പോവുകയാണ്. അങ്ങനെ നമ്മൾ ഡ്രസ്സൊക്കെ കൊണ്ട് കൊടുത്തു. തപ്ഷി ആകെ എക്സൈറ്റഡ് ആണ് ഗൈസ്. പിന്നെ നമ്മൾ നമ്മുടെ ബ്രൈഡിനെ ഒരുക്കുകയാണ്. എല്ലാവരും വീഡിയോ ഒക്കെ എടുക്കുന്നുണ്ട്. പിന്നെന്താ, ബ്രൈഡ് ഒരുങ്ങുകയാണ് ഗൈസ്. അപ്പോൾ 25-നാണ് തപ്ഷീൻ്റെ കല്യാണം. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ സെറ്റപ്പ്. എല്ലാവരും തപ്ഷിക്ക് വേണ്ടി വെയിറ്റിംഗ് ആണ്. അപ്പോൾ രാത്രിയാണെന്ന് ഓർക്കണം ഗൈസ്. പിന്നെന്താണ് ഇത്ര രാത്രി വെക്കാൻ കാരണം എന്ന് വെച്ചാൽ, ഒന്നാമതൊക്കെ എക്സാമൊക്കെ ഉണ്ടായിരുന്നതിൻ്റെ ഇടയിൽ വേറൊരു കാരണം കൂടി ഉണ്ട്. നമുക്ക് വീഡിയോ ലാസ്റ്റ് മനസ്സിലാകും. അപ്പോൾ തപ്ഷി കണ്ടു, എക്സൈറ്റഡ് ആണ്. ഇതൊക്കെ സെറ്റാക്കിയത് മെയിനായിട്ട് നമ്മുടെ പ്യാറും അതുപോലെ തന്നെ കുഞ്ഞോളും കൂടിയാണ് കേട്ടോ ഈ സെറ്റപ്പൊക്കെ റെഡിയാക്കിയത്. അതുപോലെ അഞ്ചി, അങ്ങനെ എല്ലാവരും നല്ല ഫോട്ടോ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ നമ്മുടെ ബ്രൈഡൽ ഷവർ അടിപൊളിയായിട്ട് കണ്ടു. പിന്നെ എന്താണ് 12 മണിക്ക് വെക്കാൻ കാരണം എന്ന് വെച്ചാൽ, ഇന്ന് നമ്മുടെ ഷിഫാനയുടെ ബർത്ത്ഡേ ആണ്. ഷിഫാനയുടെ മാത്രമല്ല, നമ്മുടെ അഞ്ചിയുടെ അനിയത്തിയുടെ ചിഞ്ചുവിൻ്റെ ബർത്ത്ഡേയും കൂടിയാണ്. അപ്പോൾ ഇതാണ് ഫൈനലായിട്ടുള്ള നമ്മുടെ ഒരു സെറ്റപ്പിൻ്റെ ഒരു ഫലം, നമ്മുടെ ഒരു റിസൾട്ട് എന്ന് പറയുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇതാണ് ഗൈസ്.